എൽദോ നമുക്ക് ആ വിശദാംശങ്ങൾ ആവശ്യമാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഷംസുദ്ദീൻ, അദ്ദേഹം ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തിയാണ്. ശ്രീ ഷംസുദ്ദീൻ, താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എങ്ങനെയാണ് താങ്കൾ പിന്നീട് അപകടത്തെ നേരിടുകയും രക്ഷപ്പെട്ട് പുറത്തു വരികയും ചെയ്തത്? ഷംസുദ്ദീൻ. ഞാൻ സാന്ത്രകച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ബുക്ക് ചെയ്തതാണ്. സാന്ത്രകച്ചിയിൽ ഏകദേശം ഒരു 3:50 ട്രെയിൻ പുറപ്പെട്ടത്. അപ്പൊ ഇവിടെ ഈ ഒഡീഷയിലെ ജലോസറിന്റെ അടുത്തുള്ള ബഹങ്ക എന്ന് പറഞ്ഞ ചെറിയൊരു സ്റ്റേഷന്റെ സമീപമാണ്. അവിടെ ഈ ട്രെയിനിന് സ്റ്റോപ്പൊന്നുമില്ല. അപ്പൊ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 6:30 കഴിഞ്ഞ് കാണും. കുറച്ച് ഇരുട്ട് വരുന്ന സമയമാണ്. ഒരു റിമോട്ട് വില്ലേജ് ആണ്. അവിടെ എത്തുമ്പോൾ ഈ കോറമാണ്ടലാണ് ആദ്യം ഡീറെയിലായത്. ഇത് പോയി ഒരു ഡീറെയിലായി ഒരു ഗൂഡ്സിന് അടിച്ചു. അപ്പൊ ഇതിന്റെ റൂട്ടിൽ ഗൂഡ്സ് നിർത്തിയിട്ടു എന്നൊക്കെയാണ് ആള് പറയുന്നത്. എനിക്കതിനെ പറ്റി കൃത്യമായി അറിവില്ല. ഏതായാലും ഇത് പോയി അത് അടിച്ചു മറിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ ബോഗികളും കീഴ്മേൽ മറിഞ്ഞു. പാൻട്രി കാർ കത്തി. എല്ലാ ബോഗികളും പരസ്പരം ബന്ധം വിട്ടതുകൊണ്ട് തീ പടർന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളം ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ. അവർ ചെന്നൈയിലേക്കും കേരളത്തിലൊക്കെ വരുന്നത്. അവര് ഈ ബാക്കിലായിരുന്നു, ഈ സ്ലീപ്പറിലും ജനറലും. അവിടെയാണ് കൂടുതൽ മരണങ്ങൾ ഉണ്ടായത്. പിന്നെ ചില AC കോച്ചിലും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് B6, 7 അതൊക്കെ നേരെ ഉൾട്ടാൻ മറിഞ്ഞിരുന്നു വണ്ടി. പിന്നെ ഇതൊരു റിമോട്ട് ഏരിയ ആയതുകൊണ്ട് ജനങ്ങൾക്ക് അങ്ങനെ അധികം ആദ്യം എത്തിപ്പെട്ട് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ വേഗത്തിൽ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഷംസുദ്ദീൻ, താങ്കൾ ഏത് ബോഗിയിലാണ് താങ്കൾ ഉണ്ടായിരുന്നത്? ഈ അപകടം B4. ഓക്കെ. ഈ താങ്കളുടെ ബോഗി പൂർണ്ണമായും മറിഞ്ഞു വീണോ? അങ്ങനെ സംഭവിച്ചോ? മറിഞ്ഞ് സൈഡിലോട്ട് ചെരിഞ്ഞു വീണു. സൈഡിലോട്ട് ചെരിഞ്ഞു. അപ്സൈഡ് ഡൗൺ ആയില്ല. സൈഡിലോട്ട് ചെരിഞ്ഞ് ഡീറെയിലായി വീണു. ഗ്ലാസ് ഒക്കെ സൈഡിൽ നിന്ന് കുത്തി, ഡോറൊക്കെ പൊട്ടി. ഇറങ്ങാൻ വയ്യാത്ത വിധത്തിൽ ഒരു ഭാഗം ചെരിഞ്ഞ് ഇതായി. പിന്നെ സ്ത്രീകളെയും കുട്ടികളൊക്കെ കയ്യെല്ലാം പിടിച്ച് ഇറക്കേണ്ടി വന്നു. ഓക്കെ. അല്ല, താങ്കൾ പിന്നീട് എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? പുറത്ത് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? ആ ദുരന്തത്തിന്റെ ഇരുട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി പുറത്ത് വന്നപ്പോ ആളുകൾ ഇങ്ങനെ ബഹളവും കരച്ചിലും ഒരു ഇരുട്ടും ഒരു വല്ലാത്ത ഭീകരമായ അവസ്ഥയായിരുന്നു. എല്ലാ വണ്ടികളും പരസ്പരം വേർവിട്ട് കിടക്കുന്നു. ഞങ്ങൾ ഈ പണ്ട് ഈ ഫോട്ടോയിലും ചിത്രത്തിലും പേപ്പറിലും കണ്ടതല്ലാതെ നേരിട്ട് ഇങ്ങനെ അത് കണ്ടില്ല. അത് ഞങ്ങൾ സഞ്ചരിച്ചൊരു വണ്ടി ഇങ്ങനെ കിടക്കുന്നു പറയുമ്പോൾ അതിന്റെ ഭീകരത ഭയാനകമാണ്. അത് മാത്രമല്ല, ആളുകൾ ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്നു. ഡെഡ് ബോഡി തന്നെ ഉണ്ടായിരുന്നു. ചുറ്റും 2-3-4 ഡെഡ് ബോഡി നേരിട്ട് കണ്ടിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ അവിടെ ആംബുലൻസ് ഒക്കെ എത്താൻ വൈകി. കാരണം ഇത് റിമോട്ട് ഏരിയ ആണ്, നേരോ റോഡാണ്. ഈ റോഡിലെ മേലെ ട്രെയിനിന്റെ ഒരു കോച്ച് വീണുപോയി. അപ്പൊ അതുകൊണ്ട് വണ്ടി വരാൻ പറ്റിയില്ല. പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ വെളിച്ചക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നാട്ടുകാരും ട്രെയിനിലെ തൊഴിലാളികളും ചേർന്നാണ് ചെയ്തത്. ഒരു കുറച്ച് ഇത് വണ്ടി വിട്ട ഉടനെ ആയതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്ന പൊസിഷനിലായിരുന്നു. ഒരു 6:30 സമയല്ലേ. കിടക്കുകയും മറ്റുമൊക്കെ അപ്പർ ബർത്തിലൊക്കെ ആണെങ്കിൽ ആള് തെറിച്ചു വീണ് ധാരാളം പരിക്കുകൾ പറ്റുമായിരുന്നു. അപ്പൊ ഇരുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ മുറുക്കെ പിടിച്ചിരുന്നത്. അതുകൊണ്ട് തെറിച്ചു വീണില്ല. ഈ അപകടത്തിൽ 3 ട്രെയിനുകൾ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കൂട്ടിയിടി ഇത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇത് ഈ ആദ്യ അപകടം പറ്റിയത് കോറമാണ്ടലാണ്. കോറമാണ്ടൽ അപകടം പറ്റി ഗൂഡ്സിൽ ചെന്ന് ഇടിച്ച് എല്ലാ പാളത്തിന്റെ മുകളിലേക്കും ഇതിന്റെ കോച്ചുകൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് പോയി വീണു. അപ്പൊ ആ വീണ് കിടക്കുന്ന ഇതിന്റെ കോച്ചിന്റെ മേലേക്കാണ് ഈ മറ്റ് വന്ന ബാംഗ്ലൂർ ഹൗറ ട്രെയിൻ വന്ന് ഇടിച്ചത്. ചിലപ്പോ ആ ഇടിക്ക് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന നാട്ടുകാരായിട്ടുള്ള ആളുകളും ട്രെയിനിൽ തന്നെയുള്ള ആളുകൾക്കും അപകടം പറ്റാൻ സാധ്യത കൂടുതലാണ്. കാരണം അവർ ഒരിക്കലും ഇങ്ങനെ ഒരു രണ്ടാമതൊരു അപകടം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ വരുന്നവരെ അറിയുന്നുമില്ല. അപ്പൊ അതൊരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു അവരെ സംബന്ധിച്ച്. അങ്ങനെ നാട്ടുകാരും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ പങ്കെടുത്ത ചില ആളും അങ്ങനെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതൊരു മറ്റൊരു ഭീകര സംഭവമായിപ്പോയി. 3 ട്രെയിനുകളാണ്. ഷംസുദ്ദീൻ, താങ്കൾ എവിടേക്കുള്ള യാത്രയായിരുന്നു? കംപ്ലീറ്റ് ബോഗികൾ ഇങ്ങനെ ചെതറിക്കിടക്കുകയായിരുന്നു. 100-150 മീറ്റർ ദൂരം. താങ്കൾ എങ്ങോട്ടുള്ളേക്ക് യാത്രയായിരുന്നു? ഇപ്പൊ എവിടെയാണുള്ളത് താങ്കൾ? ഞാനിപ്പോ അവിടെ നിന്ന് നേരെ ഒരു രാത്രി
ഒരു 2 മണിയോടുകൂടി ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ താമസിച്ചു. ഇപ്പൊ ഇവരിവിടെ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, പിന്നെ ഭുവനേശ്വറിന് ചെന്നൈയിലേക്ക്. അപ്പൊ അതിനിപ്പോ ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല വണ്ടി, സ്പെഷ്യൽ ട്രെയിൻ. അപ്പൊ ആ സ്പെഷ്യൽ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഈ തൃശൂർ സ്വദേശികളായ ഒരു 4 ചെറുപ്പക്കാർ അപകടത്തിൽ അങ്ങനെ പരിക്ക് പറ്റിയെന്ന് കേട്ടു. ഞാൻ അതിനെ അവരെ കണ്ടിട്ട് അറിഞ്ഞിട്ടുമില്ല. ചെറിയ എന്തോ പരിക്ക് പറ്റിയെന്ന് കേട്ടു. വലിയ പരിക്കാവാൻ സാധ്യതയില്ല. മലയാളികൾ പൊതുവെ കുറവായിരുന്നു. ഈ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ഈ S4 എന്ന് പറയുന്ന കോച്ച് അതിഭയങ്കരമായി അവർ തകർന്നുപോയി. അതിൽ ജനറൽ കമ്പാർട്ട്മെന്റാണ്, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിരുന്നവരാണ് ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത് എന്നതൊക്കെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്. അതിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി തേടി പോകുന്ന നിരവധി പേരുണ്ടായിരുന്നു. കേരളത്തിലേക്കുള്ള യാത്രയിൽ ഉൾപ്പെട്ടിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു? സ്ലീപ്പറിലും ജനറലും പിന്നെ ജാം ടൈറ്റ് ആയിരുന്നു. കംപ്ലീറ്റ് ആളെ കുത്തി നിറച്ച് വരുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കംപ്ലീറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളായിരുന്നു. ആ ഭാഗത്താണ് കൂടുതൽ അപകടം ഉണ്ടായത്. അത് ഏറ്റവും ബാക്ക് സൈഡിലാണ് ഉണ്ടായത്. അവിടെ നല്ല 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 പിന്നെ അപകടം ആ ഭാഗത്താണ് നടന്നത്, ബാക്ക് സൈഡ്. ഓക്കെ, ഈ അപകടം സംഭവിച്ച് ട്രെയിൻ താങ്കൾ സഞ്ചരിച്ചിരുന്ന ഈ ബോഗി സൈഡിലേക്ക് ചെരിയുന്നു, താങ്കൾ പിന്നീട് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഏറ്റവും അധികം കൂട്ടിയിടി ഉണ്ടായ മേഖലയിലേക്ക് പിന്നീട് പോകാൻ കഴിഞ്ഞോ, അതോ താങ്കൾക്ക് പുറത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാനാണോ ശ്രമിച്ചത്? അപ്പോൾ ഞങ്ങളെ ട്രെയിനിൽ എല്ലാവരെയും പുറത്തിറക്കി. പിന്നെ അപ്പോ എല്ലാവരും പുറത്തിറങ്ങി നിന്നു. പിന്നെ നമ്മൾ ഈ ബോഗി ഉൾട്ടാ മറിഞ്ഞ ട്രെയിനിന്റെ മേലെ കയറി കുറച്ച് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ആളുകളെ ഒരാളായിട്ട് മെല്ലെ മെല്ലെ പുറത്തെടുത്തു. ഞങ്ങളുടെ കയ്യിൽ ഉപകരണവും കാര്യമൊന്നുമില്ലല്ലോ, അങ്ങനെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇത് ഉരുക്കല്ല സാധനം. ഇതിന്റെ അകത്തേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല ഞങ്ങൾക്ക്. അപ്പൊ മേലെ കയറാനും പറ്റില്ല, നല്ല ഹൈറ്റും ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം അങ്ങനെ കുറച്ചാളുകളൊക്കെ ചെയ്തു അത്. പിന്നെ അപ്പൊക്ക് പോലീസ് വന്നിരുന്നു, ആംബുലൻസ് സർവീസ് ആരംഭിച്ചു. പക്ഷെ ഇതിന്റെ അടുത്തേക്ക് എത്താൻ കുറെ വിഷമാണ്. കാരണം ഇത് റിമോട്ട് ഏരിയ ആണ്, ഒരു നേരോ റോഡാണ്. ആ റോഡിന്റെ മേലെയാണെങ്കിൽ ഒരു കോച്ച് പോയി വീണു. ഈ കോറമണ്ടലിന്റെ ഒരു കോച്ച് ആകെ ഉണ്ടായിരുന്ന റോഡിന്റെ മുകളിലോട്ട് പോയി വീണു. അതുകൊണ്ട് ആംബുലൻസ് മറ്റു വാഹനങ്ങൾക്കൊന്നും ഈ മറിഞ്ഞ ബോഗിയുടെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊരു വയൽ പ്രദേശമാണ്, വയല്. പിന്നെ ഭയങ്കര വെളിച്ചക്കുറവുണ്ടായിരുന്നു, ഇരുട്ടായിരുന്നു. യെസ്, അതാണ് ഷംസുദ്ദീൻ. അദ്ദേഹം ഈ ട്രെയിനിൽ യാത്ര ചെയ്ത വ്യക്തിയാണ്. ഈ ദുരന്തം എങ്ങനെയുണ്ടായി, അപ്പോൾ നേരിട്ട വെല്ലുവിളികൾ, അവിടെ കണ്ട കാഴ്ചകൾ, അതൊക്കെയാണ് ദുരന്ത ചിത്രം നേരിട്ട് കണ്ട വ്യക്തിയാണ്. അദ്ദേഹമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്തായാലും റെയിൽവേ തിരിച്ച് യാത്രയ്ക്കുള്ള സംവിധാനങ്ങൾ, സ്പെഷ്യൽ ട്രെയിൻ സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ നിന്നും നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഷംസുദ്ദീൻ. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും ഒറീസ മുഖ്യമന്ത്രി നവീൻ പട്നായിക് അല്പസമയത്തിനുള്ളിൽ ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ചേരും. അദ്ദേഹം ഇപ്പോൾ അതിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം അല്പസമയം മുമ്പ് അവിടെ നിന്നും അപകട സ്ഥലത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ നവീൻ പട്നായിക് അവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.